ഫിഫ ലോകകപ്പ് 2026 മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ തോൽപ്പിച്ച് ഇക്വഡോർ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ഇയിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോർ തങ്ങളുടെ ലോകകപ്പ് പ്രതീക്ഷകൾ നിലനിർത്തിയത്. ജയത്തോടെ മികച്ച 8 മൂന്നാം സ്ഥാനക്കാരിൽ ഒന്നാമതായി ഇക്വഡോർ നോക്കൌട്ട് ടിക്കറ്റ് ഉറപ്പിച്ചു. തോറ്റെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ജർമ്മനി നേരത്തെ തന്നെ അടുത്ത റൗണ്ട് ഉറപ്പിച്ചിരുന്നു. ഐവറി കോസ്റ്റാണ് ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത്. ജർമ്മനിയുടെ തുടർച്ചയായ 11 വിജയങ്ങൾക്കാണ് ഇക്വഡോർ ന്യൂജേഴ്സിയിൽ തടയിട്ടത്. ചരിത്രത്തിൽ ഇത് 2ാം തവണ മാത്രമാണ് ഇക്വഡോർ ലോകകപ്പ് നോക്കൌട്ട് യോഗ്യത നേടുന്നത്. മത്സരം തുടങ്ങിയ 2ാം മിനിറ്റിൽ തന്നെ ലിറോയ് സാനെയിലൂടെ ജർമ്മനിയാണ് ആദ്യം വലകുലുക്കിയത്. എന്നാൽ ഈ ഗോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചു. മുന്നേറ്റത്തിനിടെ ജർമ്മൻ താരം പാവ്ലോവ് ഇക്വഡോറിന്റെ പെഡ്രോവിറ്റയെ ഫൗൾ ചെയ്തെങ്കിലും റഫറി അനുവദിക്കാതിരുന്നത് ഇക്വഡോർ താരങ്ങളെ പ്രകോപിപ്പിച്ചു. എന്നാൽ പതറാതെ പൊരുതിയ അവർ 7ാം മിനിറ്റിൽ തന്നെ ഒപ്പമെത്തി. 20 യാർഡ് അകലെ നിന്ന് മാനുവൽ ന്യൂയറെ കീഴടക്കി സണ്ടർലാൻഡ് വിംഗ് നിൽസൺ അങ്കുലോയാണ് ഇക്വഡോറിനായി സമനില ഗോൾ നേടിയത്. 2ാം പകുതിയുടെ തുടക്കത്തിൽ ജർമ്മനിയുടെ ഹാവെറ്റ്സിനെ വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി വിധിച്ചെങ്കിലും വാർ ഇടപെട്ട് അത് പിൻവലിച്ചത് ഇക്വഡോറിന് ആശ്വാസമായി. നോക്കൌട്ടിലെത്താൻ വിജയം അനിവാര്യമായ ഇക്വഡോർ പ്രതിരോധം മറന്ന് ആക്രമിച്ചു കളിക്കുന്നതാണ് 2ാം പകുതിയിൽ കണ്ടത്. 77ാം മിനിറ്റിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ആ വിജയ ഗോൾ പിറന്നു. കെവിൻ റോഡ്രിഗസ് നൽകിയ പന്ത് ഗോൺസാലോ പ്ലാറ്റ ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയറെ കീഴടക്കി വലയിലെത്തിക്കുകയായിരുന്നു. മത്സരം അവസാനിച്ചപ്പോൾ ഗാലറിയിലുണ്ടായിരുന്ന ഇക്വഡോർ ആരാധകർ ആനന്ദ കണ്ണീരോടെയാണ് ഈ ചരിത്ര വിജയം ആഘോഷിച്ചത്. സ്പോർട്സ് ഡെസ്ക് കേരള പ്രണാമം.